റീസെൻ്റ്ലി ഒരു പൊളിറ്റീഷ്യൻ നമുക്കൊക്കെ വളരെ പരിചയമായിട്ടുള്ള ഒരു പൂഞ്ഞാറിലെ ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് കേട്ടു നോക്കാം. ജോസ് കെ മാണിയുടെ ഭാര്യ തൊഴിലാളി യാത്ര കാരുണ്യ സന്ദേശ യാത്ര എന്നൊരു പരിപാടി നടത്തുന്നത്. ക്യാൻസർ സ്ഥാനാർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ക്യാൻസർ അവിടെ മുല കയറിപ്പോയതാണ്, അറിയത്തില്ലേ? അവിടെ ഒരു മുല റിമൂവ് ചെയ്തതാണ്. ക്യാൻസർ ആയിരുന്നു നമുക്ക്, അതുകൊണ്ടായിരിക്കും നമ്മള് അതുകൊണ്ട് ഇറങ്ങിയിരിക്കുന്നത്. ആർക്കറിയാം? ഇപ്പം വലിയൊരു എന്താണ് സോഷ്യൽ പ്രവർത്തകയായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അത് മനുഷ്യനാണ്, കളിപ്പീരാണ്, അത് കഴിയില്ല. ഈ ഓഡിയോ ക്ലിപ്പിലൂടെ ഇദ്ദേഹം പറയുന്ന ഒരു ക്യാൻസർ ബാധിച്ച്, ബ്രസ്റ്റ് ക്യാൻസർ ബാധിച്ച് അറിയുന്ന ഒരു സർവൈവ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ കുറിച്ചാണ് പറയുന്നത്. അപ്പം അത് എന്ത് തന്നെ പറഞ്ഞാലും ഇദ്ദേഹം പറയുന്ന ഒരു സംസാര രീതി വളരെ മോശമാണ്. ഇയാൾ പറയുന്ന ബ്രസ്റ്റ് കീറിപ്പോയി, അത്ര മോശമായിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റും സ്ത്രീകളെ കുറിച്ചിട്ട്? അത് ബ്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്ത് എല്ലാവർക്കും ഉള്ള ഒരു സംഭവമാണ്, എല്ലാ സ്ത്രീകൾക്കും ഉണ്ട്. അല്ലാതെ ഇതൊരു ഒന്നോ രണ്ടോ പേർക്ക് മാത്രമുള്ള ഒരു കാര്യമല്ല. ഇതിന് കാമത്തോടു കൂടി നോക്കുന്നവൻ അല്ലെങ്കിൽ മോശമായിട്ട് നോക്കുന്നവൻ അത് എന്ത് വേണമെങ്കിലും പറയാം. പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് ഒരു കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുക, ആ കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാക്കിയെടുക്കുക, അവളുടെ അപ്പിയറൻസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഗൻ ഇതിലൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ സാറിന് അറിയില്ലാത്ത ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ. ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതങ്ങനെ ഒരു കുഞ്ഞു കാര്യമൊന്നുമല്ല. പിന്നെ അത് ഇന്ന ഒരാൾക്ക് വരില്ല, ഞങ്ങൾ ഇന്ന വീട്ടിൽ മാത്രമേ വരത്തുള്ളൂ, അങ്ങനെ ക്യാൻസറിന് നിർബന്ധമൊന്നുമില്ല, ഏത് വീട്ടിലും പോകാം. അപ്പൊ ക്യാൻസർ സർവൈവ് ആവുമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഒരു നേഴ്സായിട്ടുള്ള എനിക്കറിയാം, ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്യൂമർ നീക്കം ചെയ്യാനായിട്ട് എത്ര സർജറിയുടെ പോകുന്നത്, എത്ര സർജിക്കൽ പ്രൊസീജിയറുകൂടെ പോകുന്നതെന്നറിയോ? പ്രത്യേകിച്ച് ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിയുമ്പം അതൊരു റീപ്രൊഡക്റ്റീവ് ഓർഗനും കൂടെ ആയതിന്റെ പേരിൽ ഈ ബ്രസ്റ്റ് ക്യാൻസർ പെട്ടെന്ന് യൂട്രസിലേക്കും യൂട്രസ് വഴി മറ്റുള്ള സ്ഥലത്തേക്കൊക്കെ പകരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മുടെ അത് ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ബ്രസ്റ്റ് നീക്കം ചെയ്യുകയോ അല്ലെങ്കിൽ ആ പെർട്ടിക്കുലർ പാർട്ട് നീക്കം ചെയ്തോ നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് നമുക്ക് സർവൈവ് ആവാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ സർവൈവ് ആയ ഒരാള് നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് ഉണ്ട്. അതായത് നിങ്ങൾ ഇന്ന രീതിയിൽ അത് എക്സാമിൻ ചെയ്ത് ഇന്ന രീതിയിൽ നിങ്ങൾ അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാം. അതായത് ഇത്ര മാരകമായുള്ള രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് ബോധവൽക്കരിക്കുന്നത് അത്ര വലിയ തെറ്റാണോ? അത് ഒരിക്കലും ഇല്ല. പക്ഷെ അതിനൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ കാണാൻ പഠിക്കണം. അതിനൊക്കെ ആ ഒരു രീതിയിൽ കാണാൻ പഠിക്കണമെങ്കിൽ തന്നെ ഇവർ കടന്നു പോകുന്ന വേദന എന്താണെന്ന് നമ്മൾ അറിയണം. കാരണം ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ശത്രുക്കൾക്ക് പോലും വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണ്. ക്യാൻസർ വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും അതൊരു വ്യക്തിയെ മാത്രമല്ല, അവന്റെ ജീവനെ മാത്രമല്ല, അവന്റെ സമ്പത്തും അവന്റെ സമാധാനവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരു അസുഖമാണ് ഈ ക്യാൻസർ എന്ന് പറഞ്ഞൊരു അസുഖം. പ്രത്യേകിച്ച് ക്യാൻസർ വരുന്ന രോഗികൾക്കാണെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, അവർക്കൊന്ന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല, അവർക്ക് അതുമൂലം വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവർക്കൊരു മരുന്ന് കൊടുക്കാനായിട്ട് കയ്യിലൊരു വെയിൻ പോലും കിട്ടത്തില്ല. പല രോഗികൾക്കും ആണെങ്കിൽ നെഞ്ചിൽ ചെറിയൊരു പോട്ട് ഉണ്ടാക്കിയിട്ട് അതിൽ കൂടെയാണ് ഇവർ കീമോതെറാപ്പികൾ ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെ കടന്നുപോയി അതിൽ നിന്നൊക്കെ സർവൈവ് ആയിട്ട് ഒരാൾ പുറത്ത് വന്നു കഴിയുമ്പം ഇവരുടെ മതമോ ജാതിയോ എല്ലാം മാറ്റി നിർത്തിയിട്ട് അവര് സമൂഹത്തിനെ ബോധവൽക്കരിക്കുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ നല്ല പോസിറ്റീവായിട്ടല്ലേ നമ്മൾ പറയണ്ടേ? ഇത്തരത്തിൽ മോശമായിട്ടാണോ പറയണ്ടേ? കാരണം എല്ലാവരും തന്നെ ബ്രസ്റ്റ് ഫീഡിങ് എടുത്തിട്ട് വന്നവരാണ്. ബ്രസ്റ്റ് ഫീഡിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബ്രസ്റ്റ് ഫീഡിങ് എടുക്കാതെ ഒരു കുഞ്ഞു പോലും, ഈ പറയുന്ന ആൾക്കാർ പോലും ബ്രസ്റ്റ് ഫീഡിങ് എടുത്തിട്ടാണ് അവരൊക്കെ വളർന്നു വലുതായി ആരോഗ്യവന്മാരായിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇത്തരത്തിലുള്ള സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ഓർക്കുക, ഇതൊക്കെ നാളെ നമ്മുടെ വീട്ടിലേക്കും വരും. ശരിയാണ്, നമുക്ക് എപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് എന്ത് വേണമെങ്കിലും പറയാം. നമുക്ക് നാക്കിന് ലൈസൻസ് ഇല്ലാത്തടത്തോളം കാലം എന്ത് വേണമെങ്കിലും മറ്റുള്ളവരെ കുറിച്ച് പറയാം, അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നാളെ അത് നമ്മുടെ വീട്ടിലേക്ക് എത്തുമ്പോൾ ആണ് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ഇന്ന അസുഖം വരുന്നവനെ നമുക്ക് കളിയാക്കാം, അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായിട്ട് എന്ത് വേണമെങ്കിലും പറയാം. അത് ആരും ചോദിക്കാനും പറയാനും ഇല്ലല്ലോ എന്നൊന്നും നമുക്കത് ചിന്തിക്കാനൊക്കത്തില്ല. കാരണം നാളെ നമുക്ക് വന്നു ചേരാം. അപ്പം ഇത് വളരെ ഇതിനെക്കുറിച്ചൊക്കെ എന്താ പറയുക, ഈ നമ്മുടെ ഇത്തരത്തിലുള്ള ഒരു സംസാരത്തിലൂടെയൊക്കെ നമ്മുടെ സൊസൈറ്റിക്ക്, നമ്മൾ വളർന്നു വരുന്ന ജനറേഷനൊക്കെ എന്തൊരു മെസ്സേജാണ് കൊടുക്കുന്നതെന്നാണ് ചിന്തിച്ചു നോക്കുന്നത്. വളരെ കഷ്ടം തന്നെ ഇത്തരത്തിലുള്ള വോയിസ് ഒക്കെ കേട്ട് കഴിയുമ്പോൾ നമുക്ക് അയാൾ പറയുന്ന ഒരു സെന്റൻസ് വരെ നമുക്ക് പറയാൻ വളരെ ബുദ്ധിമുട്ടാണ്, വളരെ മോശമാണ്, വളരെ കഷ്ടമാണ് ഇത് കേൾക്കാനായിട്ട്. ഈ അനുഭവിക്കുന്ന സ്ത്രീകളും അവരുടെ ഫാമിലിയൊക്കെ ഇത് കേട്ട് കഴിയുമ്പം അത് നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരണം. ഇദ്ദേഹത്തിന് വേണ്ടി എന്തും പറയാലോ, ഇദ്ദേഹം ആരെക്കുറിച്ച് എന്തും പറയും. അത് ഒരു നോൺ സ്റ്റോപ്പാണ്, അതിനൊരു സ്റ്റോപ്പില്ല. അതൊരു സ്റ്റോപ്പ് ഇല്ലാത്ത ഒരു കാര്യമായതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്ത് വേണമെങ്കിലും പറയാം. എന്ത് ചെയ്യാനാ? ഇതൊക്കെ കേൾക്കുക.
ഇതൊക്കെയൊക്കെ പിന്നെ വോയിസ് ഒക്കെ റിമൂവ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇപ്പോഴും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം നല്ല കാര്യം പോലെ തന്നെയാണ് മോശം കാര്യം പറയുന്നതൊക്കെ അത് സമൂഹം അറിയും, തീർച്ചയായിട്ടും അത് അറിയാതെ പോകത്തില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.